നമസ്കാരം. പാർട്ടി പുലർത്തിക്കൊണ്ട് LDFിൽ ചേക്കേറാൻ ശ്രമം നടത്തുന്ന തരത്തിലേക്കൊരു ശ്രമം പലപ്പോഴും ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്നുണ്ടായിട്ടുണ്ട്. മാണി സാറിൻ്റെ മരണം കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിയിലുണ്ടാക്കിയത് എന്തൊക്കെയായിരുന്നു? പാർട്ടി പുലർത്തി LDFിൽ ചേക്കേറാനായിട്ടുള്ള ഒരു ശ്രമം അന്ന് നടത്തിയത് ജോസ് കെ മാണിയാണ്. അതിന് ജോസ് കെ മാണിയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? മന്ത്രിയാകാനുള്ള അത്യാർത്ഥിയായിരുന്നു. മാണിയുടെ മകന് കർഷക രാഷ്ട്രീയത്തിൻ്റെ നഴ്സറി പാഠങ്ങൾ പോലും അറിയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. CPMൻ്റെ അരക്കില്ലത്തിൽ ബന്ധുജാകാതെ UDFിലേക്ക് വരുന്നതാണ് നല്ലത് എന്ന് ജോസ് കെ മാണിയെ തല്ലിയും KM മാണിയെ തലോടിയും UDFിലേക്ക് കേരള കോൺഗ്രസിന് ക്ഷണവുമായിട്ടിപ്പോൾ കോൺഗ്രസിൻ്റെ മുഖപത്രം എത്തിയിരിക്കുന്നു. വീക്ഷണം വിശദാംശങ്ങളിലേക്ക് നോക്കിയാൽ ഈ കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് ക്ഷണിക്കാൻ കോൺഗ്രസിൻ്റെ മുഖപത്രം തയ്യാറായിരിക്കുന്നു. LDFിൽ രാജ്യസഭാ സീറ്റിനായുള്ള ചരടുപടികൾക്കിടയിലാണ് ജോസ് കെ മാണിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും UDFിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വീക്ഷണത്തിലിതാ ഒരു എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാകുന്നത്. KM മാണിയെ പുകഴ്ത്തുന്നതിനൊപ്പം ജോസ് കെ മാണിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ആ എഡിറ്റോറിയൽ. KM മാണി രാഷ്ട്രീയ കൗശലക്കാരനായിരുന്നു. അത്തരം കൗശലവും മനസ്സുമില്ലാത്ത ജോസ് കെ മാണി CPMൻ്റെ അരക്കില്ലത്തിൽ കിടന്ന് ബന്ധുരുകാതെ UDFിലേക്ക് തിരിച്ചു പോരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എഡിറ്റോറിയൽ അവസാനിക്കുന്നത് പോലും. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ സങ്കടക്കടലിലാണ് കേരള കോൺഗ്രസ് എം, അതായത് മാണി ഗ്രൂപ്പ് എന്ന് പറയേണ്ടി വരുന്നു. പലതരം കൈപ്പേറിയതും നോവിക്കുന്നതുമായ ചെയ്തികൾ CPMൽ നിന്നുണ്ടായിട്ടും പാർട്ടി പുലർത്തുവാനും LDFിൽ ചേക്കേറാനും പ്രേരിപ്പിച്ചത് സംസ്ഥാന മന്ത്രിയാകുവാനുള്ള ജോസ് കെ മാണിയുടെ അത്യാർത്ഥിയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. UDFിനോട് കൊടുംചതി കാണിച്ച് LDFിലേക്ക് പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന രാജ്യസഭാ അംഗത്വം എപ്പോഴും സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ജോസ് കെ മാണിയെ രണ്ടാമനെന്ന പരിഗണന നൽകി പ്രധാന വകുപ്പും CPM വാഗ്ദാനം ചെയ്തിരുന്നു. പിതാവ് KM മാണി ജീവിച്ചിരുന്ന കാലത്ത് UDF വിട്ടുപോയ മാണി ഗ്രൂപ്പിനെ തിരികെ കൊണ്ടുവരുവാൻ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് നൽകുകയും പുനഃസമാഗമം സാധ്യമാക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. മാണി സാർ മരിക്കുന്നു. മാണിയുടെ മരണശേഷം ഗ്രൂപ്പിൻ്റെ സർവാധിപതിയായത് ജോസാണ്. യേശുവിനെ ഒറ്റുകൊടുത്ത 30 വെള്ളിക്കാശിൻ്റെ പാപം പൊതിഞ്ഞു നിൽക്കുന്ന അക്കൽദാമയെപ്പോലെ ഈ രാജ്യസഭാ സീറ്റ് ചതിയുടെ കറ പുരണ്ടതായിരുന്നു എന്നതാണ്. അതിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ അത് തിരികെ കിട്ടണമെന്ന് ജോസ് കെ മാണിക്ക് നിർബന്ധവുമുണ്ട്. 3 സീറ്റ് ഒഴിവരുമ്പോൾ ഒരെണ്ണം അല്ലെങ്കിൽ 2 LDFിനും 1 UDFിനും ലഭിക്കും. അപ്പോൾ LDFിൻ്റെ 2 സീറ്റുകൾ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും രഹസ്യമായി പകുത്തെടുത്തു കഴിഞ്ഞു. ജോസ് കെ മാണിക്ക് അനൗദ്യോഗികമായി ലഭിച്ച മറുപടി അടുത്ത ഒഴിവിൽ നോക്കാമെന്നായിരുന്നു. കോട്ടയം ലോക്സഭാ സീറ്റിൽ താഴ്ക്കാടിൻ്റെ തോൽവി ഉറപ്പായിരിക്കെ മാണി ഗ്രൂപ്പിന് ലോക്സഭയിലും രാജ്യസഭയിലും അംഗത്വമില്ലാതാകുന്നു. ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ തനിക്കൊരു മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നുള്ള ജോസ് മാണിയുടെ രഹസ്യവിശ്വാസം പരസ്യമായിരിക്കുകയാണ്. അതാണിപ്പോൾ കോൺഗ്രസ് മുഖപത്രത്തിലൂടെ പറയുന്നത്. ദേശീയ പാർട്ടി പദവിയും ചിഹ്നവും നിലനിർത്താൻ പെടാപ്പാടുപെടുന്ന ഇടതു പാർട്ടികൾക്ക് ജോസ് മാണിയുടെ മോഹങ്ങൾ നിറവേറ്റിക്കൊടുക്കുവാൻ പക്ഷേ കഴിയില്ല എന്നുള്ളതാണ്. കോൺഗ്രസിനെപ്പോലെ ഘടകകക്ഷികൾക്ക് കരുതലും കൈത്താങ്ങും നൽകുവാൻ CPM ഒരിക്കലും തയ്യാറാകില്ല എന്നുള്ളതാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSPയുടെ കൊല്ലം സീറ്റ് CPM കവർന്നെടുത്തപ്പോൾ ഇടതുമുന്നണി വിട്ട് RSPക്ക് അതേ സിറ്റിംഗ് സീറ്റ് നൽകി കോൺഗ്രസ് UDFിലേക്ക് അവരെ ആനയിക്കുകയായിരുന്നു. കോഴിക്കോട് സീറ്റ് ജനതാദളിൽ നിന്നും പിടിച്ചെടുത്തപ്പോൾ അവർക്ക് അഭയം നൽകിയതും ഇതേ കോൺഗ്രസ് ആയിരുന്നു എന്നുള്ളതാണ്. ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ നിരാകരിക്കുകയോ അവരെ അവഗണിക്കുകയോ ചെയ്യുന്ന രീതി കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനില്ല. 2011 മന്ത്രിസഭയിൽ 5ാം മന്ത്രി സ്ഥാനവും ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 3ാമതൊരു സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗ് നൽകിയത് കോൺഗ്രസ് പുലർത്തുന്ന മുന്നണി മര്യാദയുടെ ഭാഗമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അരനൂറ്റാണ്ടിലേറെക്കാലം KM മാണി കേരള കോൺഗ്രസ്സുകാരുടെ വത്തിക്കാൻ പോലെ കാത്തു. അങ്ങനെ കാത്തുസൂക്ഷിച്ച പാലായിൽ ജോസ് മാണി തോറ്റത് കേരള കോൺഗ്രസിൻ്റെ ദുരന്ത ചരിത്രത്തിൽ ഏറ്റവും കഠിനമായതാണെന്ന് പറയേണ്ടിയിരുന്നു. പ്രണയകാലത്തും മധ്യവിധുനാളിലും ജോസ് കെ മാണിയെ തലയിലും നിലത്തും വയ്ക്കാതെ ലാളിച്ച CPM ആവേശമൊക്കെ ആറിത്തണുത്ത് തിരയടങ്ങിയ കടൽ പോലെ നിശ്ചലമായിരിക്കുകയാണ്. 4 പതിറ്റാണ്ടിലേറെക്കാലം തിരുവിതാംകൂറിലെ കർഷകർക്ക് അവകാശബോധത്തിൻ്റെയും സംഘബോധത്തിൻ്റെയും സൂക്തങ്ങളും പ്രയോഗങ്ങളും പഠിപ്പിച്ച KM മാണിയുടെ മകന് രാഷ്ട്രീയത്തിൻ്റെയും
കർഷക രാഷ്ട്രീയത്തിൻ്റെയും നഴ്സറി പാഠങ്ങൾ പോലും വശമില്ല എന്നുള്ളതാണ്. എതിരാളികൾ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്ന അതീവ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നു കെ എം മാണി. അത്തരമൊരു മനസ്സോ മാനമോ കൗശലമോ ഇല്ലാത്ത ജോസ് കെ മാണി CPMൻ്റെ അരക്കില്ലത്തിൽ കിടന്ന് ബന്തുരുകാതെ UDFിലേക്ക് തിരിച്ചു വരുന്നതാണ് നല്ലത് എന്ന് കോൺഗ്രസിൻ്റെ മുഖപത്രം കൂട്ടിച്ചേർത്ത് പറയുകയായിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കുമ്പോൾ UDFിലെത്തിയാലും ജോസ് കെ മാണിക്ക് കാര്യങ്ങൾ അത്ര ആശാവഹമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. പാലാ കടുത്തുരുത്തി നിയമസഭാ സീറ്റുകളിൽ യഥാക്രമം മാണി സി കാപ്പനും മോൻസ് ജോസഫും UDF സിറ്റിംഗ് MLAമാരാണ്. കോട്ടയം പാർലമെൻറ്റിൽ തോമസ് ചാഴിക്കാടൻ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവിടെയും വിജയിക്കുക ഫ്രാൻസിസ് ജോർജ് എന്ന കേരള കോൺഗ്രസ്സുകാരൻ തന്നെയാണ്, അതായത് ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതാവ് തന്നെയായിരിക്കും. അങ്ങനെ നിയമസഭയിൽ പാലായും കടുത്തുരുത്തിയും ലോക്സഭയിൽ കോട്ടയവും വേണ്ട എന്ന് വെച്ച് രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി മാത്രമേ അദ്ദേഹത്തിന് UDFിലേക്ക് ചേക്കേറാൻ കഴിയൂ, അല്ലെങ്കിൽ മടങ്ങാൻ കഴിയുകയുള്ളൂ എന്നതാണ്. ഇതിന് അദ്ദേഹം തയ്യാറാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ കാലം എത്ര കാത്തിരുന്നാലും ജോസ് കെ മാണി അരക്കില്ലത്തിൽ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ജോസ് കെ മാണിയുടെ തന്ത്രങ്ങൾ ജോസ് കെ മാണിക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല. അച്ഛനെപ്പോലൊരു കൗശലക്കാരനല്ല, കെ എം മാണിയെപ്പോലെ ഒരു കൃത്യ രാഷ്ട്രീയക്കാരനുമല്ല ജോസ് കെ മാണി എന്ന് പറയപ്പെടുന്നത്. കണക്കുകളിൽ വള്ളി പൊള്ളി തെറ്റാതെ കാലമോർത്തു പിടിക്കുന്ന ഒരു വല്ലാത്ത ചാണക്യ ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു കെ എം മാണി. ആ കെ എം മാണിയുടെ നിഴല് പോലുമാകാൻ ഇവിടെ ജോസ് കെ മാണിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ആ പാർട്ടിയുടെയും ജോസ് കെ മാണിയുടെയും പരാജയം എന്ന് പറയപ്പെടുന്നത്. എന്തായാലും ജോസ് കെ മാണി ഇടതുമുന്നണിയുടെ പാളയത്തിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എങ്കിലും രാജ്യസഭാ സീറ്റ് ലഭിക്കാതെ വരുമ്പോഴും ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അടുത്ത ഒരു ഒഴിവ് വരുമ്പോൾ പരിഗണിക്കാമെന്നുള്ള പരിഗണനയുടെ സ്വരവും ജോസ് കെ മാണി സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ അടിമയായി നിന്ന് വീണ്ടും ഇടതുമുന്നണിയുടെ പാളയത്തിൽ തന്നെ ജോസ് കെ മാണി ഉണ്ടാകും. ഇല്ല എങ്കിൽ സടകുടഞ്ഞെണീക്കേണ്ടി വരും കെ എം മാണിയെപ്പോലെ, എന്നിട്ട് പുതിയ പാളയത്തിലേക്ക് പോകേണ്ടിയും വരും. അത് UDFിൻ്റെ പാളയത്തിലേക്കാണ് വീക്ഷണത്തിൻ്റെ ഈ വിളിയെങ്കിൽ അത് സ്വീകരിക്കുവാൻ ജോസ് കെ മാണി തയ്യാറെങ്കിൽ വരും ദിനങ്ങളിൽ UDFിൻ്റെ കോട്ടകൊത്തളങ്ങൾ കടന്ന ജോസ് കെ മാണി എന്ന് പറയപ്പെടുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് പാർട്ടിയെയും പാർട്ടിക്കാരെയും കൂട്ടി UDFിലേക്ക് ചേക്കേറുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.